ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, ജോസഫ് അച്ഛനെ ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ എവിടെയാടാ? മമ്മി ഇങ്ങനെ സീരിയൽ തെറ്റിച്ച് പോയപ്പം അച്ഛൻ തെന്നി പോകുന്നത് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പം കുടുംബങ്ങൾ, വീട് അങ്ങനെയുള്ള കുടുംബമാണ്. ഒരു രാത്രി ഒരു മനുഷ്യൻ ഞാൻ ഫോണിൽ വിളിച്ചു. ഉടനെ ആ മനുഷ്യൻ അച്ഛാ 3/4 മണിക്കൂർ കഴിഞ്ഞേ വിളിക്കാവൂ. ജോലി കഴിഞ്ഞ് മടുത്ത് വന്നിരിക്കുന്ന ഞാനും ഭാര്യയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. ഞാനത് തമ്മിൽ കാണുക. പിന്നെ മനസ്സിലായല്ലോ, ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. ഇപ്പം കുടുംബം ഒരു സിനിമാ തിയേറ്ററാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ ടർക്കി ടവൽ കയറ്റി വിടുന്നത് സോപ്പ് പതച്ച് വേഗം നനച്ച് അവളിരിക്കും. ഞാൻ ചെന്നെന്താ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങൾ 5:30 കുളിച്ച് നൈറ്റ് ധരിച്ച് മുടി പൊക്കി കെട്ടി അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, ആമ, തവള, കൊടക്കമ്പി, ഇരുമ്പ് കമ്പി, ആപ്പ്, പൂള് ഇതും കുത്തിക്കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടവലുമായിട്ട് ഒറ്റ ഇരിപ്പ. കാരണം 6 മണി മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. അടുത്തയിടെ ഒരാൻറ്റി അയൽവക്കത്തെ പിള്ളേർ 60ഓളം കുഞ്ഞുങ്ങൾക്ക് ലഡു വിതരണം ചെയ്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹ വാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ഈ ലഡു? ആൻറ്റിയുടെ മറുപടി, 1.5 വർഷമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർ കൊടുക്കുക. വീട് ഒരു സിനിമാ തിയേറ്ററാണ്.